റമദാൻ കാഴ്ചകളും കൗതുകങ്ങളുമായി അറേബ്യൻ നോമ്പുകാലം വീണ്ടും. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തിരുവനന്തപുരം പനത്തുറ സ്വദേശിയായ ബിജു അയ്യപ്പൻ്റെയും സിന്ധുവിൻ്റെയും മകനാണ് മസ്കത്തിലുള്ള വിവേക് ബിജു. ഒരാവർത്തി അറബിയിൽ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യാൻ സാധിച്ചതിൻ്റെ നിർവൃതിയിലാണ് വിവേക് ബിജു. വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ എല്ലാ വേദഗ്രന്ഥങ്ങളും ലോകത്തിൻ്റെ പൊതു സ്വത്താണെന്ന് കരുതുന്നു ഈ കുടുംബം. ഇത് വിവേക് ബിജു, ഇന്ത്യൻ സ്കൂൾ മസ്കത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി. വിശുദ്ധ ഖുർആൻ അറബിയിൽ ഒരാവർത്തി പാരായണം ചെയ്യാൻ കഴിഞ്ഞതിന്റെ ത്രില്ലിലാണ് ഈ ബാലൻ. വർഷം മുൻപ് ഒരു റമദാൻ വെക്കേഷൻ സമയം സ്കൂൾ അടച്ചിരിക്കെ അറബി പഠിക്കണം എന്നൊരാഗ്രഹമുള്ളിലുണ്ടായി. ഇതുപോലെ തന്നെ ഒരു നോമ്പ് സമയത്താണ് ഞാൻ വെക്കേഷനിൽ പഠിച്ചു തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നുകൊണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അമ്മേൻ്റെ ഒരു ഫ്രണ്ട് ഷെമി ആൻറ്റി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു തുടങ്ങി അറബി. താല്പര്യമുണ്ടെങ്കിൽ അറബി പഠിപ്പിക്കാൻ ഒരുക്കമെന്ന് ഷെമി. അങ്ങനെ ആരംഭിച്ചതാണ് പഠനം. ചുരുക്കം മാസം കൊണ്ട് തന്നെ വിവേക് ബിജുവിന് അറബി ഹൃദയസ്ഥമാക്കാനായി. 6 മാസം കൊണ്ടാണ് ഞാൻ ഖുർആൻ കംപ്ലീറ്റ് ആക്കിയത്. 2 മാസം കൊണ്ടാണ് ഞാൻ അറബിയിലെ ആൽഫബറ്റ്സ് എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഖുർആൻ വായിക്കാനും പറ്റി. ഞാൻ ആയത്തുൽ കുർസിയാണ് വായിക്കാൻ പോകുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അങ്ങനെ ആ യാത്ര ഖുർആൻ പാരായണത്തിലേക്ക് നീണ്ടു. 6 മാസം കൊണ്ട് ഖുർആൻ ഒരാവർത്തി പാരായണം പൂർത്തീകരിക്കാനായി. സഹോദരി ഗായത്രി ബിജുവും ഒപ്പം ചേർന്നു. അറബി വഴങ്ങില്ലെന്ന ആശങ്ക പൊടുന്നനെ മാറിക്കിട്ടി. ഞാനും എൻ്റെ ബ്രദറും വന്നിട്ട് 2021 ഒരു സമ്മർ വെക്കേഷനിലാണ്. അന്നൊന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്താ ഇങ്ങനെ ഒരു ആൻറ്റി ഉണ്ട്, അപ്പോൾ ആൻറ്റി അറബിക്കൊക്കെ ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒന്നുമില്ലല്ലോ, അപ്പം എന്തെങ്കിലും പഠിക്കാമല്ലോ അറബിക്. അപ്പം അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ആൻറ്റീനെ വിളിച്ചിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് തരാമെന്ന് ചോദിച്ചത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു അതിനെന്താ പഠിപ്പിക്കാമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം പുതിയൊരു ഭാഷ പഠിക്കുന്നുണ്ടല്ലോ എന്ന്. പിന്നീട് ഞങ്ങൾ ഇപ്പം 3 വർഷമായി പഠിക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. എന്നാലും എനിക്ക് വായിക്കാനൊക്കെ അറിയാം, പിന്നെ ചെറിയ ചെറിയ വാക്കുകളും എനിക്ക് നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം പഠിച്ചപ്പം ഇത്രയൊക്കെ പഠിക്കുമെന്ന് വിചാരിച്ചില്ല. ലൈക്ക് ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്ലുവൻ്റായിട്ട് അറബിക്ക് വായിക്കാൻ അറിയാം. പിന്നെ വിവേകന് എൻ്റെ അനിയനാണെങ്കിൽ ലൈക്ക് ഒരാളായിട്ട് കൺവേഴ്സേഷൻ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നറിയാം. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബി. എല്ലാത്തിനും ഒരു നിമിത്തമുണ്ടാകും. 2014 ബിജുവിന്റെ കുടുംബം വലിയൊരു പ്രതിസന്ധിയിലാക്കപ്പെട്ട സമയം. മകൻ വിവേക് ബിജു ജീവിതത്തിനും മരണത്തിനുമിടയിൽ 28 നാളുകളിൽ വെന്റിലേറ്ററിൽ കിടന്നത് ഇന്നും മറന്നിട്ടില്ല പിതാവ്. ഒരു നിലയ്ക്കും ജീവിതത്തിലേക്കിനി തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. കണ്ണീർ വാർത്ത് വെന്റിലേറ്റർ വാർഡിന് പുറത്തിരിക്കെ പ്രായം ചെന്ന ഒരു സ്ത്രീ സാന്ത്വനിപ്പിക്കാനെത്തി. അവരുടെ വാക്കുകൾ നൽകിയ ആത്മധൈര്യം വളരെ വലുതായിരുന്നു. മോന് നല്ലൊരു വെന്റിലേറ്ററിലായിരുന്നു ഒരു 28 ഡേയ്സ്. ആ സമയത്ത് ഞങ്ങൾ ഡോക്ടർ 0 ചാൻസസ് തന്നെയായിരുന്നു പറഞ്ഞത്. അതിലൊരു രക്ഷയില്ല, ഒരു മാറ്റമില്ല. അങ്ങനെ 28th ഡേ വരെയും ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു. ആ സമയത്ത് യാദൃശ്ചികമായിട്ട് അവിടെ ഒരു ഒരു വയസ്സായ സ്ത്രീ വന്ന്, ഇതുപോലെ നോമ്പ് കാലമായിരുന്നു, അവർ പറയുകയുണ്ടായി മോനൊന്നും സംഭവിക്കില്ല, ഡോക്ടറിന് മുകളിൽ ദൈവിക അള്ളാഹു എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്, അങ്ങനെ മോൻ അതിൽ റിക്കവറാവും, നിങ്ങൾ വിഷമിക്കരുത്, അടുത്ത നോമ്പിന് നിങ്ങളവനെ നോമ്പ് പിടിപ്പിക്കണം, ഒരു നോമ്പെങ്കിലും പിടിപ്പിക്കണം, അതിൽ നിന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു പ്രേരണയായിരിക്കും ഖുർആൻ വായിക്കണം, അത് പഠിക്കണമെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടാണെങ്കിലും എനിക്ക് അതിലൊരു സത്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം
അള്ളാഹു എന്നുള്ള ഒരു ശക്തി. ഞങ്ങൾ ഹിന്ദുമത ആചാരപ്രകാരമാണ് ജീവിക്കുന്നത്, എന്നാൽ പോലും അവരുടെ ഒരു പ്രാർത്ഥന, പലരുടെയും പ്രാർത്ഥന, ഞങ്ങൾ ആ അമ്പലത്തിനായാലും ഈ ഉമ്മയുടെ പ്രാർത്ഥനയായാലും അവർ പറഞ്ഞത് ദൈവികം പോലെ ഞങ്ങൾക്ക് പാലിച്ചു നടന്നു. ആ നോമ്പ് കാലത്ത് അതിനെ കണ്ടിന്യൂഷനായി അടുത്ത നോമ്പ് കാലത്ത് അവനിങ്ങനെ ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി. ഈ പള്ളിയെക്കുറിച്ചും അല്ലെങ്കിൽ ഖുറാനെ കുറിച്ചും ഇവിടെയുള്ള ആചാരങ്ങളെക്കുറിച്ചൊക്കെ അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരണ വന്ന് ഒരു 3 വർഷം കൊണ്ട് ഞങ്ങൾ പറയാണ്ട് തന്നെ അവർ മുന്നേ ആ ഉമ്മ പറഞ്ഞത് അവനെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കണമെന്ന്. പക്ഷേ എന്തോ അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നി നോമ്പ് പിടിക്കണമെന്ന്. അങ്ങനെ അവൻ നോമ്പ് പിടിച്ച്. ആരും പ്രേരിപ്പിക്കാതെയുള്ള അറബി പഠനവും ഖുറാൻ പാരായണവും വ്രതമെടുക്കലും ഏതോ ദൈവിക ഇടപെടലായി തന്നെ കാണുകയാണ് ബിജു. മതങ്ങളും മനുഷ്യരുമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങൾക്ക് തുണയായതെന്ന് കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ബിജു. മതവും വർഗവിദ്വേഷം കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നന്മയുള്ള ആൾക്കാരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഇവിടെയാണ്. ഈ ആപത്ത് വന്ന സമയത്ത് ഞങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി പ്രോബ്ലം ഉണ്ടായി, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളെ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും എല്ലാ മതക്കാരും വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച്. വിഭാഗീയതയുടെ നാളുകളിൽ ഈ വാക്കുകൾക്ക് എന്തെന്നില്ലാത്ത കരുത്തും ചൈതന്യവുമുണ്ട്. ഇത് മറ്റൊരു റമദാൻ കാലം. ദൈവീക സ്മരണകളും അജ്ഞാതരായ മനുഷ്യരുടെ ഇടപെടൽ സ്പർശവും അത് രണ്ടും എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് ബിജുവും കുടുംബവും തിരിച്ചറിയുന്നു. മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗനിർദ്ദേശമാണ് ഖുർആൻ. വിവേക് ബിജുവിന്റെ പാരായണത്തിലൂടെ ഖുർആൻ വാക്യങ്ങൾ അനന്തതയിലേക്ക് കൂടുതൽ ശക്തമായി പടർന്നിറങ്ങുകയാണ്. مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة